ഹലോ, ബഷമൽ സോസ് പാസ്തയുടെയും ബട്ടർ ചിക്കൻ പാസ്തയുടെയും സക്സസ്ഫുൾ റെസിപ്പിക്ക് ശേഷം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ചിക്കൻ ഹക്ക നൂഡിൽസിൻ്റെ ഒരു സക്സസ്ഫുൾ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അതായത് എങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഹക്ക നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ചിക്കൻ ഹക്ക നൂഡിൽസ് ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ബട്ട് ട്രസ്റ്റ് മീ, നല്ല പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതും തന്നെ നൂഡിൽസ് കുക്ക് ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഓയിൽ ഒറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നൂഡിൽസ് ഇട്ടിട്ട് കുക്ക് ചെയ്യാം. നൂഡിൽസ് കുക്കായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് നൂഡിൽസിനെ സ്ട്രെയിൻ ചെയ്യാം. സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മുകളിൽ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടും നോൺ സ്റ്റിക്കി ആയിട്ടും നൂഡിൽസ് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ്റെ ബോൺലെസ് പീസസിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല പൗഡർ, സോൾട്ട്, വേണമെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി യോഗട്ടും കൂടി ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്താൽ സൂപ്പറായിരിക്കും. എന്നിട്ട് ഇവിടെ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് ചിക്കനെ. കാരണം ഇവിടെ ഹക്ക നൂഡിൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിക്കനെ ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ച ചിക്കനിൽ ബാക്കി വരുന്ന ഓയിൽ ഉണ്ടല്ലോ, ആ ഒരു ഓയിൽ, അതായത് ഈ ഒരു ഓയിലിൻ്റെ ഹാഫ് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാൻ പോകുന്നത്. ഹാഫ് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 3 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡറും സോൾട്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിന് വരും കേട്ടോ, ഓയിൽ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട്. അതിനുശേഷം വെജസ് സോട്ട് ചെയ്യാനും ഞാൻ സെയിം ഓയിൽ തന്നെ, അതായത് ബാക്കിയുള്ള ഹാഫ് ഓയിൽ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഗാർലിക്കും ചില്ലീസും ആദ്യം തന്നെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക കേട്ടോ. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ക്യാരറ്റും ക്യാപ്സിക്കവും ഓണിയനും ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ക്യാബേജും ആഡ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് മതി, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും. ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് ആഡ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നുമില്ല, നല്ല ടേസ്റ്റി തന്നെയാണ്. എന്നിട്ട് നമ്മൾ ചിക്കനല്ല നൂഡിൽസും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കനും പിന്നെ അതേപോലെ സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്താൽ സംഭവം റെഡി ആയി കേട്ടോ. ഇവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ ക്യൂബ്സ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫോളോ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ബൈ.